ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെൻസോൾ EV എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഏറ്റവും പുതിയ ഒരു ഇലക്ട്രിക് ട്രൈക്കാണ് ഇപ്പോൾ ഈ കാണുന്ന വാഹനം എന്നത്. ഇത് കാണുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്നത് ഇത് ഓട്ടോറിക്ഷയാണല്ലോ എന്നതാണ്. പക്ഷേ ഓട്ടോറിക്ഷയുടെ ഫ്രണ്ടിലാണല്ലോ ഒറ്റ ടയർ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ബാക്കിലാണ് ഒറ്റ ടയർ വരുന്നത്. മുന്നിൽ 2 ടയറുകളും വരുന്നുണ്ട്. ഇതിനെ ഇലക്ട്രിക് ട്രൈക്ക് എന്നാണ് പൊതുവെ പറയാറുള്ളതെങ്കിലും ഒരു ഇലക്ട്രിക് കാർ എന്നൊരു കൺസെപ്റ്റിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഏകദേശം ഒരു ഇലക്ട്രിക് ഓട്ടോയുടെ അതേ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഇതും വരുന്നത്. 2012 ജെൻസോൾ EV എന്ന ഈ ഒരു കമ്പനി സ്ഥാപിതമായത്. വാഹനത്തിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ തന്നെ വളരെ വ്യത്യസ്തമാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കാറല്ലെന്ന് ആരും തന്നെ പറയുകയില്ല. കാരണം കാറിൻ്റെ അതേ ഡിസൈൻ തന്നെയാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഇതിനൊരു ട്രൈക്കാണെന്ന് തിരിച്ചറിയുന്നത്. ടോട്ടൽ 2 പേർക്കാണ് ഇതിൽ സഞ്ചരിക്കാനായിട്ട് സാധിക്കുക. വാഹനത്തിൻ്റെ മുന്നിൽ മാത്രമേ ഇരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സിറ്റി റൈഡിനാണ് ഈ ഒരു വാഹനം അനുയോജ്യമായത്. വാഹനത്തിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നത് 250 ലിറ്ററാണ് വരുന്നത്. ഇതിൻ്റെ ബാക്കിലാണ് സ്റ്റോറേജ് വരുന്നത്. 14.5 കിലോവാട്ട് മാക്സിമം പവർ നൽകാൻ സാധിക്കുന്ന മോട്ടോറാണ് ഇതിന് വരുന്നത്. വാഹനത്തിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് വരുന്നത് 80 km/h ആണ്. 16.7 കിലോവാട്ട് അവറിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ് വാഹനത്തിൽ വരുന്നത്. ഒരു തവണ വാഹനത്തിനെ ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 200 കിലോമീറ്റർ വരെ IDC റേഞ്ച് നൽകാൻ സാധിക്കുന്നതെന്നാണ് കമ്പനി പറയുന്നത്. വാഹനത്തിൻ്റെ ഒരു ചാർജിങ് ടൈമിലേക്ക് വരികയാണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ്ങിലാണെങ്കിൽ 2 മണിക്കൂറും നോർമൽ ചാർജിങ്ങിൽ ഏകദേശം 7 മുതൽ 8 മണിക്കൂർ വരെയും എടുക്കുന്നതാണ്. വാഹനത്തിൻ്റെ ഒരു വിലയിലേക്ക് വരികയാണെങ്കിൽ 3 ലക്ഷത്തിൻ്റെയും 3.5 ലക്ഷത്തിൻ്റെയും ഇടയിലായിരിക്കും ഇതിൻ്റെ ഒരു വില വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ലോഞ്ചിങ് ഇന്ത്യയിൽ എന്നാണ് എന്നതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു അപ്ഡേറ്റ് ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിലും ഈ അടുത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും വാഹനം ലോഞ്ച് ആയതിനു ശേഷം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്.